നിങ്ങൾക്കറിയോ ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു സംഭവമായി കഴിഞ്ഞാലും എൻ്റെ മൈൻഡിൽ 3 വർഷം മുന്നേ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. ഗോൾസ് എന്താണ്, എൻ്റെ ഡ്രീംസ് എന്താണ്, അതിനെന്ത് വർക്ക് ഞാൻ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യണമെന്നൊക്കെ എനിക്കറിയായിരുന്നു. ബട്ട് ഐ വാസ് പ്രോക്കാസ്റ്റിനേറ്റിംഗ് ഫോർ 3 years. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ദി 5 simple method for stop your procrastination. So if you are a new here, my name is Mubashir. I talk about self improvement. So let's go to the video. ഞാൻ മെയിനായിട്ട് 5 സംഭവങ്ങൾ പറയാൻ പോകുന്നുണ്ട്. നമ്മളെ പ്രോക്കാസ്റ്റിനേഷൻ, ഈ ലേസിനെസ്സിന്, ഈ സംഭവങ്ങളൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെയിനായിട്ട് 5 സിമ്പിൾ സംഭവങ്ങളെ കുറിച്ച് പറയണം. അതിലൊന്നാമത്തെ സംഭവമാണ് ഡിഫൈൻ യുവർ വൈ. അതായത് ആ സംഭവം ചെയ്യാൻ, ഇപ്പം നിങ്ങളെ ഗോൾസ് ആയാലും ഡ്രീംസ് ആയാലും അല്ലെങ്കിൽ ഡെയിലി ഹാബിറ്റ്സ് ആയാലും ആ സംഭവങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ഒരു വൈ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റീസണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആളുടെ ഗോൾ എന്താണ്? 10th ക്ലാസ് പഠിക്കണ കുട്ടീൻ്റെ ഗോൾ എന്താണ്? ആ എക്സാം നല്ല രീതിയിൽ വെൽഡായിട്ട് എഴുതിയിട്ട് പാസ്സാവുക. എന്തിനാണ് പാസ്സാവുന്നത്? നല്ല രീതിയിൽ പാസ്സായി കഴിഞ്ഞാൽ അവർ നല്ലൊരു ഹയർ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുക. നല്ലൊരു ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു ഗുഡ് ഫ്യൂച്ചർ ലൈഫ് ജീവിക്കുക എന്നാണ് അതിൻ്റെ ഒരു ബാക്കിലുള്ള ആ ഒരു ഗോൾസിൻ്റെ ഒരു റീസണ്. അല്ലെങ്കിൽ ഈ പാരൻസിനെ സപ്പോർട്ട് ചെയ്യുക, പാരൻസിനെ പ്രൗഡ് ചെയ്യുക. ഇനി നേരെ മറിച്ച് ഫെയിലായി കഴിഞ്ഞാൽ, 10th ഫെയിലായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഫാമിലിൻ്റെ ഇടയിൽ വാല്യൂ ഉണ്ടാവില്ല, നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വൈ, ദ റീസണാണ്. സോ ഈ സംഭവങ്ങൾ എന്ത് ചെയ്യുക? സ്ട്രോങ് ആക്കുക. ഇപ്പോൾ ഏത് സംഭവമായാലും, ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകണമായാലും, ജിമ്മിൽ പോയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങളെ ബോഡി നല്ല ഫാറ്റഡ് ആവും, അപ്പോൾ എന്താവും? ഒന്നുകൂടി അസുഖങ്ങൾ, ഇൽനെസ് സംഭവങ്ങളൊക്കെ കൂടുതൽ വരും. അതെന്ത് ചെയ്യും? നിങ്ങളെ ഫ്യൂച്ചർ ലൈഫിനെ ബാധിക്കും. സോ അപ്പോൾ എന്ത് സംഭവം ചെയ്യുമ്പോഴും ഒരു വൈ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റീസൺ. ഏത് ഗോൾസിനായി കഴിഞ്ഞാലും ഒരു ഗോൾസിനൊരു വൈ, അല്ലെങ്കിൽ ആ സംഭവം ചെയ്യാനുള്ളൊരു കാരണം ഉണ്ടാവും. ആ സംഭവത്തിന് എന്ത് ചെയ്യുക? ഒന്നും കൂടി സ്ട്രോങ് ആക്കി മാറ്റുക. നിങ്ങൾക്ക് നല്ലൊരു ഗുഡായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസണുള്ള ഒരു ഗോൾസാണ് നിങ്ങളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനൊരു പ്രോക്കാസ്റ്റിനേഷനും കാട്ടൂല. ആ സംഭവങ്ങൾ ചെയ്യാനുള്ള വർക്കുകൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു തീർക്കും. സോ അപ്പോൾ സംഭവം ഒന്നാമത്തെ സംഭവമാണ് ഡിഫൈൻ യുവർ വൈ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അതിനൊരു ഗുഡ് കോൺസിക്വൻസസും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസസും പോസിറ്റീവായിട്ടുള്ള കോൺസിക്വൻസസും ജസ്റ്റ് ഒന്ന് എഴുതാം. ഈ സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തും, അതായത് അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകാൻ പോകുന്ന അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ത് ചെയ്യുക? ജസ്റ്റ് എഴുതിയാണ്ട് നിങ്ങളെ വിഷ്വൽ ട്രാക്കാക്കിയാണ് ഉപയോഗിക്കാൻ പറ്റും. സോ രണ്ടാമത്തെ സംഭവമാണ് ടേക്ക് 1 ടാസ്ക് അറ്റ് എ ടൈം. നമ്മളെല്ലാവരും പ്രോക്കാസ്റ്റിനേഷൻ, ഈ ലേസിനെസ്സൊക്കെ, ഈ സംഭവങ്ങളൊക്കെ മൈൻഡിൽ വരാനൊരു വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ സംഭവമാണ് ഈ വലിയ ടാസ്ക് കാരണം നമുക്ക് ഉണ്ടാവുക. ഏത് സംഭവം കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗോൾസ് ആയാലും, ഇപ്പോൾ നമ്മൾ പേഴ്സണലായിട്ടൊരു നമ്മളെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഗോൾസ് വെക്കുമ്പോൾ നമുക്ക് അതിനൊന്നും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. നമുക്ക് ഈ സംഭവങ്ങൾ ചെയ്യണമെന്നതിൽ ലിമിറ്റേഷൻ ഉണ്ടാവില്ല. സ്കൂളത്തെ സംഭവമാണെങ്കിൽ 5 ചാപ്റ്റർ പഠിക്കുക, ഒരു 10 ചാപ്റ്റർ പഠിക്കുക. ബട്ട് ഇപ്പോൾ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ബേസ് ചെയ്തുള്ള ഒരാളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആളെ ഗോൾസിനൊന്നും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. ലിമിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയ വർക്കുകൾ, അല്ലെങ്കിൽ അതിന് ചെയ്ത് തീർക്കേണ്ട ടാസ്കുകളൊക്കെ അതിലേറെ വലുതേക്കാരം. സോ അപ്പോൾ ആ സംഭവങ്ങളെ, ആ ടാസ്കുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കാരം നമ്മളൊക്കെ ഈ പ്രോക്കാസ്റ്റിനേഷൻ, ഈ ലേസിനെസ്സൊക്കെ നമ്മൾ മൈൻഡിൽ വരിക. സോ അപ്പോൾ അതിനെന്ത് ചെയ്യാം? ഒരു ടാസ്ക് ഒരു ടൈമിലെടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വെക്കാനാണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 10 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിച്ച് തീർക്കാണ്ട്, ആസ് എ സ്റ്റുഡൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 10 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിച്ച് തീർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് അതിൽ നിന്ന് ഒറ്റ ചാപ്റ്റർ എടുക്കുക. എല്ലാവരും എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുക? എനിക്ക് 10 ചാപ്റ്റർ പഠിക്കണമല്ലോ, ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഒറ്റ ചാപ്റ്റർ എടുക്കുക, ആ സംഭവം പഠിക്കുക, അതിനെ റിവൈസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം എന്താ ചെയ്യുക? ഒരു ഫ്രീ ടൈമോ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ടൈമോ എടുക്കുക. അത് നമ്മളെ മൈൻഡിനെ ഒരു കാമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു സമയം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? പിന്നെ അടുത്ത ചാപ്റ്ററിലോട്ട് പോകുക, പിന്നെ അടുത്ത ചാപ്റ്ററിലോട്ട് പോവുക. ഈ 10 ചാപ്റ്ററത്തെയും എല്ലാ ക്വസ്റ്റ്യൻസും ഒരുമിച്ച് പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് പോകുക. അതുതന്നെയാണ് ഇപ്പോൾ നമ്മളെ ഗോൾസിൻ്റെ രീതിക്കും വരുന്നത്. ഇപ്പോൾ നമുക്ക് വലിയൊരു ടാസ്ക് ചെയ്യാണ്ടെന്നില്ല ഇങ്ങനെ ചിന്തിച്ച് കുറിച്ച് കുത്തിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ആ സംഭവങ്ങൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സുകളാക്കി മാറ്റുക. അതിന് ഓരോരോ സംഭവങ്ങൾ ചെയ്ത് തീർക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടേക്ക് 1 ടാസ്ക് അറ്റ് എ ടൈം. മൂന്നാമത്തെ സംഭവമാണ് സെറ്റ് ദി ടേബിൾ. ഒരു ക്ലാരിഫിക്കേഷന്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയൊക്കെ വരുത്തുക. നിങ്ങളിപ്പോൾ എന്താണ് എക്സാക്റ്റ്ലി നിങ്ങളെ ഗോൾസ്, ഇപ്പോൾ എന്താണ് ആ ഗോൾസിന് വേണ്ടിയിട്ട് എന്തൊക്കെ വർക്കാണ് നിങ്ങളിപ്പോൾ കറൻ്റ്ലി ചെയ്യണത്, അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്ട്രാ വർക്കുകളാണ് നിങ്ങളിപ്പോൾ ചെയ്യാത്ത വർക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുക. അതിന് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യുക? ജേർണലിങ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ജേർണലിങ് പല ടൈപ്പുണ്ട്. അതിൽ ജേർണലിങ് നമ്മളെ തോട്ടുകളൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു ക്ലാരിറ്റി ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങളുടെ ഗോൾസ് എന്താണ്, ഈ ഗോൾസിന് വേണ്ടിയിട്ട് എന്തൊക്കെ വർക്ക് ചെയ്യുക, എന്തൊക്കെ സിസ്റ്റംസാണ് ഞാൻ ഡെയിലി ചെയ്യേണ്ട, ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ ഈ പ്രോക്കാസ്റ്റിനേഷൻ ഒരു 50% നമുക്ക് മാറ്റാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന സംഭവമാണ് ഈ സെറ്റ് ദി ടേബിൾ. ആ ഈ സംഭവത്തിൻ്റെ വരുന്നതാണ് മെയിനായിട്ട് ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യാം.
അതായത് ടുമോറോ നാളെ എന്തൊക്കെ ചെയ്യണം സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് പ്ലാൻ ചെയ്ത്, അതായത് ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, എഴുതിയാണ്ട് പ്രിപ്പയർ ചെയ്യാം. നാളെ എത്ര മണിക്ക് എണീക്കണം, എണീറ്റുടനെ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യണം, ആ സംഭവം തന്നെ ചെയ്യുന്ന സംഭവങ്ങൾ എവിടെ വെച്ച് എത്ര ടൈമിലോട്ട് വരെ ചെയ്യണം സംഭവം നിങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ 5 മണിക്ക് എണീക്കാം, പിന്നെ ഒരു 10 മിനിറ്റ് ഓടാൻ പോകാം, പിന്നെ ഒരു 10 മിനിറ്റ് പഠിക്കുന്ന സ്ഥലത്ത് ഇരുന്നാണ്ട് ഒരു 10 മിനിറ്റ് ബുക്ക് വായിക്കാം, പിന്നെ പോഡ്കാസ്റ്റ് കേൾക്കുക, പിന്നെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യുക, പിന്നെ ജിമ്മ് സംഭവങ്ങൾ, ഇതൊക്കെ എവിടെ വെച്ച് എത്ര ടൈമിലേക്ക് വരെ എന്നൊരു ഔട്ട്ലൈൻ, ഒരു ഫ്രെയിം വർക്ക് ആക്കിയാണ്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മോർണിംഗിൽ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതിപ്പോൾ എന്താ ചെയ്യുക, നാളെ ഇപ്പോൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രവൃത്തി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക എന്നൊരു ചിന്തണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു ടേബിൾ ഉണ്ടാവും, അതനുസരിച്ച് ഇങ്ങനെ പോയാൽ മതി. ഈ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം ചെയ്യണം, അപ്പോൾ ഈ സംഭവം തന്നെ ഇത്ര ടൈമിനുള്ളിൽ ബുക്ക് വായിച്ച് കഴിഞ്ഞാലുള്ളൂ അടുത്ത സംഭവം ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തുണ്ടാവും, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായതുകൊണ്ട് നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ നമുക്ക് സിമ്പിളായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. നാലാമത്തെ സംഭവമാണ് ക്രിയേറ്റ് എ ഗുഡ് എൻവയോൺമെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ മെൻ്റലി എഫേർട്ട് എടുത്ത് കുറച്ചും കൂടി ചിന്തിച്ച് നമ്മൾ പുതിയ സൊല്യൂഷൻസ് അല്ലെങ്കിൽ പുതിയ ആക്ഷനബിൾ സ്റ്റെപ്സൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ട സംഭവങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇതുവരെ ഇല്ലാത്തൊരു സംഭവങ്ങൾ, അപ്പോൾ ഇതിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഞാൻ എൻ്റെ ഐഡിയാസ് എന്നൊക്കെ എടുത്തുമ്പോൾ നമ്മളെ സ്വന്തമായിട്ടുള്ള നമുക്ക് അനുഭവമുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ നമ്മൾ നല്ലോണം ഒരു മെൻ്റലി എഫേർട്ട് എടുത്ത് ചിന്തിച്ചിട്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പഠനത്തിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഈ കുറച്ചും കൂടി ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെയൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഡീപ്പായിട്ട് ഇരുന്ന് പഠിക്കേണ്ടി വരും. സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, മെയിനായിട്ട് ഈ കുറച്ചും കൂടി ഓപ്പൺ സ്പേസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് പഠിക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഗുഡ് എൻവയോൺമെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ കുറച്ചും കൂടി പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊക്കെ ഇരുന്ന് ശ്രമിക്കാൻ നോക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ 4 ഭാഗത്തും ചുമരില്ല ഒരു അടച്ചിട്ടൊരു സ്പേസിലായിരുന്നു പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തോട്ട്സിനും അല്ലെങ്കിൽ നിങ്ങളെ ഐഡിയാസിനും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണ സംഭവത്തിനും ഒരു ലിമിറ്റേഷന് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക്, ഒരു ഔട്ട്ലൈൻ ഉണ്ടാവും. ആ സംഭവം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയൊരു പഠിക്കാനോ അല്ലെങ്കിൽ ഐഡിയാസിനോ നിങ്ങൾക്ക് തോന്നില്ല. നേരെ മറിച്ച് ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലിരിക്കുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് തന്നെ നമുക്കൊരു വേൾഡ് വൈഡായിട്ട് തോന്നും. ഒന്നും കൂടി ഡീപ്പായിട്ട് ചിന്തിക്കാനും ഒന്നും കൂടി ഗുഡായിട്ടുള്ള ഐഡിയാസ്, ഗുഡായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ നമുക്ക് ഒന്നും കൂടി നമ്മളെ സഹായിക്കണം. ഒന്നും കൂടി നാച്ചുറലൊക്കെ കുറച്ച് കൂടുതൽ വൈഡായിട്ടുള്ള സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുക, പഠിക്കുക എന്നൊക്കെ ഉള്ളത്. ഇത് ഞാൻ പറഞ്ഞ സംഭവമല്ല, അത് സയൻറ്റിഫിക്കലി സ്റ്റഡീസ് പ്രൂവ് ചെയ്ത സംഭവമാണ്. നമ്മളൊന്നും കൂടി ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഓപ്പൺ ആയിട്ടുള്ള മൈൻഡ്, പഠനം മാത്രമല്ല കേട്ടോ, നമ്മൾ എന്ത് ക്രിയേറ്റീവ് വർക്കായാലും നിങ്ങൾ ഡിസൈനിങ് ആയാലും മാർക്കറ്റിംഗ് ആയാലും നമ്മൾ അറിയാത്തൊരു സംഭവം നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയ സംഭവങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ യൂസ് ചെയ്യുക. അതായത് ഒരു കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ ഇരുന്ന് പഠിക്കാൻ നോക്കാം. സോ ലാസ്റ്റത്തെ സംഭവമാണ് ഈറ്റ് ദി റിയൽ ഫുഡ്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതിലൊരു കോർ പോയിൻ്റ് വരുന്നുണ്ട് ഈ ഈറ്റ് ദി റിയൽ ഫുഡ് പറഞ്ഞാൽ. കാരണം നമുക്കൊരു ഡെയിലി ലൈഫിൽ നമുക്കൊരു 80% നമ്മളെ പ്രോക്രാസ്റ്റിനേഷന്, ലേസിനെസ്, ഈ ഒരു ലോയിനെസ്, ഈ നമുക്കൊരു മടി, ഈ സംഭവങ്ങളൊക്കെ വരാനൊരു 80% കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ബാക്കിലൊരാൾ പറയണത് നമ്മൾ കഴിക്കണ ഫുഡ് അനുസരിച്ചാണ്. നിങ്ങളിപ്പോൾ ലോ ആയിട്ടുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റുമാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എനർജി ലെവൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോ ലെവലിലേക്ക് എത്തും. ഈ ലോ ലെവലിലേക്ക് നിൽക്കണ ഈ എനർജി ഇവിടെ ഇക്കാരം നിങ്ങൾ എനർജി നിൽക്കുക പീക്ക് ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളെ എനർജി അവിടെ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രോക്രാസ്റ്റിനേഷൻ, ഈ ലേസിനെസ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളപ്പം വരും. നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ വിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാനോ സംഭവങ്ങൾക്കൊന്നും ഇരിക്കാൻ വയ്ക്കില്ല. സോ അപ്പം എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി അപ്പോൾ ഞാനൊക്കെ കൂടുതൽ സജസ്റ്റ് ചെയ്യുക ആനിമൽ ബേസ്ഡ് ഫുഡ്, ഇപ്പോൾ ഈ ചിക്കൻ, മീൻ, അങ്ങനത്തെ എഗ്ഗ് സംഭവങ്ങളൊക്കെ കൂടുതൽ നമ്മൾ പ്രോട്ടീൻ കഴിക്കണില്ല. ഈ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞുകൊണ്ട് പ്രോട്ടീൻ ഒക്കെ അടങ്ങിയുള്ള കൂടുതൽ ഫുഡ് കഴിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ എനർജി ഹൈ ലെവലിലേക്ക് വരും. അതായത് ഈ പീക്ക് ലെവലിലേക്ക് എത്തും. ഓട്ടോമാറ്റിക്കായിട്ട് എനർജി പീക്ക് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രോക്രാസ്റ്റിനേഷൻ, ലേസിനെസ്, ഈ എനർജി ഇല്ലായ്മ, ഈ മടി സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ സ്റ്റോപ്പ് ആവും. നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി തന്നെ അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ നിങ്ങൾ വിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാനൊക്കെ അങ്ങനെയൊന്നും വേണ്ട. പിന്നെ ഓട്ടോമാറ്റിക് അങ്ങനെ ഒരു ക്ലാരിറ്റി ഉള്ള മൈൻഡ് നിങ്ങൾക്ക് തന്നെ കിട്ടും. സോ അപ്പം അഞ്ചാമത്തെ ലാസ്റ്റത്തെ സംഭവം വരുന്നത് ഈറ്റ് ദി റിയൽ ഫുഡ്. സോ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ലൈഫിൽ ചേഞ്ചസ്, ഇമ്പ്രൂവ്മെൻറ്റ്സ്, ടോട്ടലി സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഒക്കെ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ കണ്ടൻസി. സീ യു ഇൻ ദി അനദർ വീഡിയോ.